ഹലോ ഗൈസ്, ഇപ്പൊ സാറാണ് ആ ഷൂ എടുത്തോണ്ട് ഷൗമിയുടെ അടുത്തേക്ക് വരും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് പറയും, ഇന്നലെ സാറ് നമ്മുടെ ഫേസ് കാണാത്തോണ്ട് അങ്ങേർക്കൊന്ന് പിടിയിട്ട് കാണത്തില്ലെന്ന്. അപ്പോഴാണ് പതിയെ സാർ അവരുടെ അടുത്തേക്ക് വന്നിട്ട്, നാലുപേരും എവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ? ഇന്നലെ ഞാൻ കണ്ട രണ്ടുപേര് നിങ്ങളിൽ ആരെങ്കിലും ആണോ എന്നതിന് സാറും ചോദിക്കുമ്പം ഷൗമിയാണ് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് രൂക്ഷയും ഇവളിനി പേടിച്ച് സത്യം പറയാന്ന് പറഞ്ഞിട്ട് അവനാണ് സാറിനോട് അറിയും ഇന്നലെ അവൻ ആ സൈഡ് പോയിട്ടേ ഇല്ലെന്ന്. അങ്ങനെ ഇവനിങ്ങനെ പറഞ്ഞപ്പോ തന്നെ എങ്കിൽ പിന്നെ ഞാനും പോയിട്ടില്ലെന്ന് അവളും ചാടി പറയും. ഇത് കേട്ട് സാർക്കാണ് സംശയം വരും. ഓഹോ, നിന്റെ ഷൂവിന്റെ സൈസ് ഇന്ന് കുറച്ച് കൂടുതലാന്ന് തോന്നല്ലേ, എന്തോ പറ്റി മോളെ, കറക്റ്റ് സൈസുള്ള ഷൂ കിട്ടിയില്ല എന്നിനെ സാറും ചോദ്യം ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഷൗവിയും ജിന്നായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവള് സാറിനെ കണ്ടിട്ട്, അത് നമ്മുടെ ഷൗമിയുടെ ഷൂ അല്ലേ, ഇടിയൊന്നും മിണ്ടായിരിക്കടി, ഇവിടെ എന്തോ വലിയ സീൻ നടക്കുക എന്നിന് അവരുടെ സംസാരിക്കുമ്പോഴാണ് ഇത് കണ്ട് സാറും എന്തോടെ അവിടെ നടക്കുന്നത്, രണ്ടുപേരും മാറി നിൽക്കി എന്നിനെ സാർ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളാണ് മൊത്തത്തിൽ പേടിച്ചിട്ട് സാറ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോഴാണ് അവനും നീയായിട്ട് സത്യം പറയാതിരുന്നാ മതി എന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്തും. അതിനുശേഷം സാർ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട്, എങ്കിൽ പിന്നെ നിങ്ങൾ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി മേലെ അങ്ങോട്ടൊന്നും പോയേക്കില്ല എന്നിന് സാർ വാൺ ചെയ്തോടെ അവളും ഓക്കെ സാർ, എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ പയ്യൻ ആരാന്നൂല അറിയത്തില്ല എന്നിന് അവള് പറഞ്ഞോടെ അവനും എങ്കിൽ പിന്നെ എനിക്ക് ഇവൾ ആരാന്ന് അറിഞ്ഞോളാം, ഇവളൊരു വഴിപോക്കുകാരായിട്ട് കണ്ടാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്നിന് അവർ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ട് സാറ് വിശ്വസിച്ചിട്ട്, കൊള്ളാം പിള്ളേരാണ് ഇങ്ങനെ വേണം, ദാ നിൽക്കുന്ന രണ്ടുപേരും നിങ്ങളും കൊടുത്ത് കേട്ടോ, ഇവരെ കണ്ട് പടി, അവൻ നിങ്ങളെ നോക്കി വരുവാണ് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കി വിട്ടോണം, അല്ലാതെ പപ്പി ലവ് നല്ല ഇവിടെ നടത്തിയാല, എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോ എന്നിന് സാർ അവരെയൊക്കെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവിടെ ക്ലാസ്സിൽ വെച്ച് യുവാനാണ് രൂക്ഷ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ജ്യൂസ് ഉണ്ട് അവൻ അസൂയപ്പെട്ടിരിക്കും. അപ്പോഴാണ് അവൾ അവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, യുവാൻ ഇന്നലെ നീ എന്തോ നൈറ്റ് ക്ലാസ്സിന് വരാത്ത, ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു എന്നിന് ഇവള് പറഞ്ഞോടെ അവനും എന്തോ എനിക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു വെച്ചോ, പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ എന്നിന് അവന് തമാശ പറയുമ്പോഴാണ് അവളാണ് ഇത് ആരെങ്കിലും കട്ടെടുത്തോന്ന് പറഞ്ഞ് അവള് തപ്പിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും ജ്യൂസ് അല്ല ഒരു മിൽക്ക് മാത്രമേ കിട്ടുകളെന്ന് അവനും പറഞ്ഞോടെ അവള് ആശ്വാസപ്പെട്ടിട്ട്, നീ ഇപ്പൊ ചിരിച്ചോണ്ട് നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം തീർന്നെന്ന് അവളാണ് പറയും. അപ്പോഴാണ് അവനും ഷൗമി എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, ഞാൻ നിന്നെ ക്ലാസ്സിന് വരാത്തത് മറ്റേ ക്ലാസ് ട്യൂബിൽ ചെന്നെ വിളിച്ചോണ്ട, അല്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമില്ല എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തായാലും യുവാൻ നിനക്ക് എന്നോട് ദേഷ്യപ്പെടാം, കാരണം ഞാൻ വരാന്ന് പറഞ്ഞിട്ട് നിന്നെ പറ്റിച്ചില്ലേ, കൂടാതെ ഞാൻ സോറി പറഞ്ഞതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇന്നലെ കുറെ സമയം വെയിറ്റ് ചെയ്ത് എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും ഷൗമി ഞാൻ നിന്നോട് മുമ്പേ പറയണായിരുന്നു എനിക്കൊന്നും നിന്നോട് ദേഷ്യമില്ല എന്നിന് അവർ തമ്മിൽ സമാധാനമാകും. അപ്പോഴാണ് അവളും ഇന്ന് ഇവന്റെ കൂടെ ഇന്നലെ പറഞ്ഞ പോലെ ബുക്ക് കണ്ടെത്താൻ വരാന്ന് പറയും. അതോടെ അവനെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് പോകാന്ന് പറയുമ്പം ഇതൊക്കെ രൂക്ഷയാണ് കേട്ട് അവൻ മൊത്തത്തിൽ ജലസായിരിക്കും. അതിനുശേഷം ഷൗമി ലിന്നിനും കൂടെ വിളിച്ചോണ്ട് ലൈബ്രറിയിലേക്ക് ചെല്ലും. അങ്ങനെ ലിന്നും ബുക്ക് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൗമിയാണ് അടുത്തേക്ക് ചെന്നിട്ട് അങ്ങ് മുകളിലിരിക്കുന്ന ബുക്കൊക്കെ ഇവളെ എടുത്തോളം പറയും. ഇത് കേട്ട് ലിന്നാണ് നീ വല്ലതും ബോയ് ആയിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു ബോയ് ഫ്രണ്ട് എനിക്ക് വേണ്ടെന്ന് അവളും പറയും. ഇതോടെ ഷൗമിയാണ് അല്ലേലും നീ എന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ മോളെന്ന് പറഞ്ഞ് അവരുടെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അവള് മുകളിലത്തെ ബുക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവള് പെട്ടെന്ന് സ്ലിപ്പായി അങ്ങ് വീഴും. ഇതോടെ ലിന്ന് അവളെ പിടിക്കുമ്പം അവിടേക്ക് ഒന്ന് രൂക്ഷയാണ് ഇവ രണ്ടുപേരും കൂടെ രക്ഷപ്പെടുത്തും. അതിനുശേഷം അവന് ഷൗമിയെ കണ്ടിട്ട് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവളെ കെയർ ചെയ്യും. അപ്പോഴാണ് അവള് ലിന്നോട് എടി നീ എന്തിനാണ് എന്നെ പിടിക്കാൻ നോക്കിയത്, ഞാൻ കാരണം നിനക്ക് വല്ല അബദ്ധം പറ്റിയാലോ എന്നിന് ഷൗമി ചോദിക്കുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, നീ വീടിന് നോക്കിക്കൊണ്ടിരിക്കാനോ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്നിന് അവർ സംസാരിക്കുമ്പോഴാണ് രൂക്ഷയാണ് അവളെ വഴക്കുറയും. നിന്നെ ആരെ മുകളിൽ ചെന്ന ബുക്കൊക്കെ എടുക്കാൻ പറഞ്ഞ് ഭാഗ്യത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടായ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യുവാൻ ഓടിയെത്തുന്നത്. എന്തോ പറ്റി ഇവിടെ എന്തോ സംഭവം, ഒന്നുമില്ല അളിയാ, ബുക്ക് എടുക്കാൻ നോക്കിയപ്പോ ഷൗമി വീഴാൻ നോക്കി എന്നിന് അവനും പറയുമ്പോഴാണ് ഇവിടെ സത്യത്തിൽ ലിന്റെ കൈയായിരിക്കും പോയ, പക്ഷെ ഇവരാരും അവളെ കുറിച്ച് തിരക്കത്തില്ല. അതിനെ ശിവാനും ഇതൊക്കെ അവൻ കാരണം സംഭവിച്ചെന്ന് അറിഞ്ഞ് അവരോടൊക്കെ സോറി പറയും. അപ്പോഴാണ് ഷൗമിയും ഇനി മുകളിലുള്ള ബുക്കൊക്കെ രൂക്ഷ എടുത്തോളം പറഞ്ഞ് അവൾ ലിന്നെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷൗമിയാണ് ഇവന്മാരും അറിയാതെ നൈസിന് അവിടെ നിന്ന് കഥപുസ്തകം എടുത്ത് വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് പുറയെന്ന് രൂക്ഷയാണ് ഒളിഞ്ഞാണുന്നത്. ഒരു ഡെവില് ഒരു പെൺകുട്ടിയോട് പ്രണയത്തി വീണെന്നു, ഫുള്ള് റൊമാൻസ് ആണെന്ന് തോന്നല്ലേ എന്നിന് അവനെ കണ്ട് ഇവളാണ് മൊത്തത്തിൽ പേടിച്ചു പോകും. ഞാൻ ഇങ്ങനത്തെ ബുക്കൊന്നും വായിക്കാറില്ല, ഞാൻ ചുമ്മാ കണ്ടെന്നേ ഉള്ളു എന്നിന് അവളും പോകാൻ നോക്കുമ്പോഴാണ് ഇവന് പതി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തടയും. എവിടെ പോന്നു മോളെ, ഞാനാണ് ദ ഡെവിൽ, ആദ്യമായിട്ട് ഒരു പെൺകുട്ടി എന്നെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ നോക്കിയ, നിന്റെ പേരെന്താണ് മോളെ എന്നിന് ഇവൻ ആക്ട് ചെയ്യുമ്പോഴാണ് അവളും എടാ രൂക്ഷി നിനക്കെന്താ വട്ടളകിയ, ആരെങ്കിലും കണ്ട മൊത്തത്തിൽ നാണക്കേടാ എന്നിന് അവള് പോകാൻ നോക്കുമ്പോഴാണ് അവനും ഷൗമി ഇനി തൊട്ട് നീയാണ് എന്റെ ജോലിക്കാരി എന്നിന് അവനും പറയുമ്പം ഇവളാണ് കൂടെ ചേർന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. ചറക്ക നീ എന്റെ സമാധാനത്തിന് ചോദ്യം ചെയ്യല്, ആരാണ് നിന്റെ ജോലിക്കാരി, ഒരു ചവട്ട എന്ന നീ ഇവിടെ കടന്ന് കരഞ്ഞോണ്ടിരിക്കും എന്നിന് അവരുടെ സംസാരിക്കുന്ന അവിടേക്ക് വരുന്ന യുവാനും ലിന്നും കൂടെ കാണും. ഇതോടെ അവർ രണ്ടുപേർക്ക് മൊത്തത്തിൽ നാണം വരുമ്പോഴാണ് ലിന്നാണ് അവളോട് യുവാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ രൂക്ഷയുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അതോടെ അവൾ അവനോട് സോറി പറഞ്ഞിട്ട് വീണ്ടും ബുക്ക് തപ്പാൻ വേണ്ടി പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം യുവാന്റെ മാത്സ് കോമ്പറ്റീഷന് കൂട്ടായിട്ട് ഷൗമി രൂക്ഷയും കൂടെ പോകും. അപ്പോഴാണ് ഷൗമി അവൾക്ക് പണ്ട് തൊട്ട് അറിയുന്ന ഒരു പയ്യൻ അവിടെ കാണുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് ഇതേ സമയം യുവാനാണ് ആ വന്ന ടാക്സിയുടെ ടയർ പഞ്ചർ ആയതുകൊണ്ട് അവന് സമയത്ത് വരാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇതറിഞ്ഞ് രൂക്ഷയാണ് അവനെ വിളിക്കാൻ വേണ്ടി ഇവൻ വരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഷൗമിയുടെ അടുത്തുള്ള ആ പയ്യനോട് ഞാൻ ചോദിക്കും ഒരാളെ വിളിക്കാൻ വേണ്ടി ഈ സൈക്കിളും തരാമെന്ന്. ഇതോടെ ഷൗമി യുവാൻ ഇതുവരെ എത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവനോട്
ഇവൻ എന്റെ കൂട്ടുകാരനെന്ന് പറയുമ്പം അവൻ ആ സൈക്കിൾ രൂക്ഷയുടെ കൊടുക്കും. അതിനെ ശിവാനും ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുന്ന് അവിടെ നടക്കുമ്പോഴാണ് അതേസമയം രൂക്ഷി ഇവന്റെ അന്വേഷിച്ച് അവിടേക്ക് വരും. അതിനേശ് കറക്റ്റ് സമയത്ത് രൂക്ഷിയായിരിക്കും അവനെ കോമ്പറ്റീഷന് കൊണ്ടാക്കുന്നത്. അതിനേശ് ശിവാൻ അവനോട് സോറി പറയുമ്പോഴാണ് നീ ഫസ്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വന്നതൊക്കെ വേസ്റ്റ് ആയി പോകുന്നു അവന് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞേക്കും. അതിനെ ശിവ രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ ചെന്നിരിക്കുമ്പോഴാണ് അവളാണ് കറക്റ്റ് സമയത്ത് ഇവനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറയും. ഇതോടെ രൂക്ഷയാണ് പിന്നെ എന്നെ കുറിച്ച് മോൾ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞ് അവളോട് ഷോ കാണിക്കാൻ തുടങ്ങും. അതിനെ ശിവ രണ്ടുപേർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ട് തന്നെ രൂക്ഷി മനസ്സിലാക്കും മിക്കവാറും ഇവനായിരിക്കും ഫസ്റ്റ് വാങ്ങിക്കുന്നതെന്ന്. അതിനേശം അവനും ഈ കോമ്പറ്റീഷന് പഠിക്കാൻ വേണ്ടി ബുക്ക് തപ്പി തന്നെ ഇവരോടൊക്കെ താങ്ക്സ് പറയും. അതിലും പ്രധാനമായിട്ട് അവസാന നിമിഷം എന്നെ ഇവിടെ കൊണ്ടാക്കിയ രൂക്ഷിക്ക് ഒരു വലിയ താങ്ക്സ് എന്ന് അവനും പറഞ്ഞ ഉടനെ എല്ലാത്തിനും ചെലവേണമെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഷൗമിയും മറ്റവനെ കണ്ട് ഹായ് ഹുങ് എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. അങ്ങനെ ഇവനെ കണ്ട് ഇവന്മാരാണ് മൊത്തം ജലസായിരിക്കും. എടാ രൂക്ഷി ഇവനേതവനാടാ, ആർക്കറിയാം എനിക്കറിയണമെന്നുണ്ട് എന്നിന് അവന്മാരുടെ സംസാരിച്ചോണ്ട് ഇവനെ നോക്കുമ്പോഴാണ് ഷൗമി ആദ്യം അവനെ പരിചയപ്പെടുത്തി കൊടുക്കും പണ്ട് ഇവ രണ്ടുപേരും അയൽവാസികളായിരുന്നെന്ന്. കൂടാതെ ഇവൻ പണ്ട് പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടെന്ന് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവന്മാരാണ് വലിയ മൈൻഡും ചെയ്യാതെ ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. പക്ഷെ അവനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഹലോ നിങ്ങൾ രണ്ടുപേരും ഷൗമിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്കും ഫ്രണ്ട്സാ എന്നിന് അവൻ പറയുമ്പോൾ രൂക്ഷ്യം ആർക്കാവണോ നിന്റെ ഫ്രണ്ട് എന്നിന് അവനും കുറച്ച് വെറുപ്പോട് അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി അവനാണ് എങ്കിൽ പിന്നെ നീ നിന്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അതിനേശം അവളും ഫ്രീ സമയത്ത് ഇവളുടെ വീട്ടിലേക്കൊന്ന് അമ്മയോടൊക്കെ സംസാരിക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ടവനും എങ്കിൽ പിന്നെ ഇവന്മാർ രണ്ടുപേരും കൂടെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് അവരെ സന്തോഷപ്പെടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും രൂക്ഷി നീ എന്തിനാ എന്റെ ഫ്രണ്ടിനോട് അങ്ങനെ ബിഹേവ് ചെയ്ത എന്നിന് അവൾ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും അതൊന്നുമില്ല എനിക്ക് അവൻ തമ്മിൽ സെറ്റ് ആയില്ല അതുകൊണ്ട് ഏതിന് ഇവര് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് യുവാനും രൂക്ഷിയും കൂടെ അവൻ ഇപ്പോഴെന്തിനെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് രണ്ടുപേരും കൂടെ അവൾ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ക്ലാസ് വെച്ച് ടീച്ചറാണ് ഇവരുടെ സ്കൂളിൽ നടത്താൻ പോകുന്ന പ്രൊമോഷൻ വീഡിയോക്കകത്ത് ആക്ട് ചെയ്യാമെന്ന് രൂക്ഷിയും ലിന്ന എന്ന് പറയും. ഇത് കേട്ടതോടെ ഷൗമിയാണ് മൊത്തം ഷോക്കായി പോകും. കാരണം രൂക്ഷി പറഞ്ഞത് ഇവളെ ആയിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുന്നത്. അതേസമയം ഇത് കേട്ട് രൂക്ഷിയും മൊത്തത്തിൽ ഷോക്കായിരിക്കുക. കാരണം ഇവരാരും അറിയാതെ ലിന്ന പണി ചെയ്ത് അതുകൊണ്ട് അവനാണ് ടീച്ചറിനോട് ഞങ്ങളല്ലാതെ വേറെ ആർക്കും ആക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അതേസമയം ഷൗമിയുടെ മറ്റേ റൂംമേറ്റും ഞങ്ങൾക്ക് ഫീമെയിലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവൾ ചോദിക്കും. ഇത് കേട്ട് ടീച്ചറാണ് ഇത് സ്കൂളായിട്ട് എടുത്ത് തീരുമാനം പറയും. അതുകൊണ്ട് രൂക്ഷി ലിന്നും കൂടെ ഈ പരസ്യത്തിന് പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ പിള്ളേർ ഓരോരുത്തരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും ഒരുപക്ഷെ രൂക്ഷിക്ക് ചേരുന്ന ലിന്നായിരിക്കും. അങ്ങനെ അവര് കപ്പിൾസായ പൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഷൗമിയാണ് കേട്ട് വിഷമിച്ചു പോകും. അതിനുശേഷം ഷൗമിയും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പുറത്ത് നല്ല മഴയായിരിക്കും. ഇത് കണ്ട് അവളും ആ പിള്ളേരൊക്കെ പറഞ്ഞേക്ക് ഓർത്ത് വെക്കും രൂക്ഷി ലിന്നും കൂടെ കപ്പിൾസാന്ന് പറഞ്ഞേക്ക്. അങ്ങനെ അതോർത്ത് അവൾ മഴയത്ത് ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് വന്ന് ലിന്നാണ് ഇത് കണ്ട് പേടിച്ചു പോയി ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവളെ ഹഗ് ചെയ്യും. അതോടെ ഷൗമിയാണ് അവൾ ചുമ്മാ മഴയത്ത് ഇറങ്ങിയതാന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് അവൾ പേടിച്ചു പോയെന്ന് പറയും. അതിനേശ് ഇവള് മഴയത്ത് നനയുവാണ് അവളും കൂട്ടിന് വരാന്ന് പറഞ്ഞിട്ട് ഇവ രണ്ട് നനഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവള് ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി രൂക്ഷയാണ് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവള് വരുന്ന കണ്ടോടനെ അവനാണ് പെട്ടെന്ന് അവന്റെ ഷർട്ട് ഊരി ഇവളെന്തിന്റെ മഴയത്ത് നനഞ്ഞെന്ന് പറഞ്ഞ് അവളെ കുറെ കെയർ ചെയ്യും. പക്ഷെ ഇത് കണ്ട് ലിന്നാണ് മൊത്തത്തിൽ അസൂയായി പോകും. അതിനേശം അവനും ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനേശം അവളും പെട്ടെന്ന് തന്നെ ഇവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് അവനാണ് ഇവളെ കണ്ടിട്ട് ഓ ഷൗമി അതിന് നീ മുടി പോലും ഉണക്കാതെയാണ് വന്ന് നീ പതിയെ വന്നാൽ മതിയായിരുന്നില്ല എന്നിന് അവൻ പറയുമ്പോൾ അവളും ഓ പതിയെ വന്ന പിന്നെ നിനക്ക് പനി പിടിച്ചിട്ട് നീ എന്നെ പറയത്തില്ല ശരി നീ ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്ന് എന്നിന് അവളും ചോദിക്കുമ്പോൾ അത് നമ്മൾ കുറച്ച് മാറി സംസാരിക്കാന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അത് പിന്നെ നീ മറ്റേ പരസ്യം ആക്ട് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ആവശ്യമത്തി മഴയത്ത് തന്നെ ഏതിന് ഇവൻ ഗസ് ചെയ്യുമ്പോഴാണ് അവളും അതുകൊണ്ടൊന്നുമില്ല ഞാൻ മഴ കണ്ടിട്ട് ചുമ്മാ ഇറങ്ങിയെന്നേ ഉള്ളു. ഷൗമി ഇത് ജസ്റ്റ് ഒരു പരസ്യത്തിന് വേണ്ടി എടുക്കുന്ന വീഡിയോ മാത്രമല്ലേ ഉള്ളൂ ഇതിന് വേണ്ടി നീ എന്തിനാ എത്ര വിഷമിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഞാനിപ്പോ പ്രഖ്യാപിക്കാൻ പോവാ ഹീറോയിന്റെ ബെസ്റ്റ് അവാർഡ് കിട്ടുന്ന ഷൗമിക്കാണെന്ന് ഏതിന് അവനും പറയുമ്പം അവളാണ് മൊത്തം സന്തോഷത്തിരിക്കും. അതിനേശം അവൻ കൈകൊണ്ടുണ്ടാക്കിയ കിരീടം കൊടുത്തിട്ട് എന്റെ ഹീറോയിന് ഞാൻ തരുന്ന അവാർഡാന്ന് പറഞ്ഞ് അവൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇത് കണ്ട് അവളാണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ നാണിച്ചിരിക്കുമ്പം ഇവനാണ് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ ഇത് കൊള്ളാത്ത സ്ഥിതിക്ക് ഷൗമിയുടെ തലയിരിക്കുവാണ് ഇത് ബ്യൂട്ടിഫുൾ ആകുമെന്ന് അവനും പതി അവളുടെ തലയെടുത്ത് വയ്ക്കും. അതിനുശേഷം ഷൗമി ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ലിന്നാണ് ഷൗവിന്റെ ഫേസ് ക്രീം എടുത്ത് യൂസ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇവള് വരുന്ന കണ്ടോടനെ അവളുടെ ഫേസ് ക്രീം തീർന്നു പോയതുകൊണ്ട് ഷൗവിയെ പോലെ ഒരു ഫേസ് ക്രീം വാങ്ങിക്കാൻ വേണ്ടി ആ കമ്പനിയുടെ പേര് നോക്കിയതാന്ന് അറിയും. ഇത് കേട്ട് ഷൗമിയും ഇവളുടെ ഫേസ് ക്രീം തീർന്നു പോയെങ്കിൽ അവളുടെ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവളുടെ കൊടുക്കാൻ നോക്കും. പക്ഷെ അവളാണ് ഇപ്പൊ വേണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഇവൾക്ക് ആവശ്യം വരുമ്പോൾ എപ്പോഴെങ്കിലും എടുത്തോളാന്ന് ഷൗമി അവൾക്ക് വാക്ക് കൊടുക്കും. അതിനുശേഷം അവള് ലിന്നോട് എടി പിന്നെ നീ മറ്റേ പരസ്യം എടുക്കാൻ വന്ന ഡയറക്ടറിനെ കണ്ടുപിട്ടിയായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞു എന്നിട്ട് ഇവള് വയ്ക്കുമ്പോഴാണ് അവളും ഓ ഷൗമി ആ ഡയറക്ടർ ഒരു പാവപ്പെട്ട ആളാണ് കൂടാതെ എനിക്ക് ആക്ടിങ് വന്നില്ലെങ്കിൽ എന്നെ രൂക്ഷി ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരേ ശവം മാത്രം എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും എന്റെ അവസ്ഥ മൊത്തത്തിൽ മോശമായി പോയാനെ. അവൻ എന്നെ നല്ലോണം കെയർ ചെയ്ത് ഏതിന് ഇവൾ ആവശ്യമില്ലാതെ ഷവമി വെറുപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണ് അതൊക്കെ വിശ്വസിച്ചിട്ട് ഓ അല്ലേല്ല അവൻ അങ്ങനെ ലിൻ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് നിന്നെ കൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റും നിനക്ക് വല്ല ഡയലോഗ് പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഏതിന് അവളും പറഞ്ഞിട്ട് രൂക്ഷി എന്നാ കിരീടം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണാൻ ലിന്നാണ് അവൾക്ക് നല്ല ദേഷ്യം വരും.
അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സമയക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. Shiv Edits.